നമസ്കാരം. ഒരിക്കൽ കൂടി MCQ ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് അലോ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് യൂണിറ്റ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ഔട്ട് ദ ട്രേഡിംഗ് ഡേ? ട്രേഡിംഗ് ഡേയിൽ ത്രൂ ഔട്ടായിട്ട് ബൈയിങ്ങും സെല്ലിങ്ങും പോസിബിൾ ആകുന്ന മ്യൂച്വൽ ഫണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഓപ്ഷൻ എ പറയുന്നു ഇൻഡെക്സ് ഫണ്ടുകൾ, ഓപ്ഷൻ ബി പറയുന്നു ETF എന്ന് പറയുന്നു, ഓപ്ഷൻ സി പറയുന്നു ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറയുന്നു, ഓപ്ഷൻ ഡി പറയുന്നു ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നു. 4 ഓപ്ഷനിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ETF ആണ്. ETFകളാണ് ദെൻ ട്രേഡിംഗ് ഡേയിൽ ത്രൂ ഔട്ടായിട്ട് ബൈയിങ്ങും സെല്ലിങ്ങും പോസിബിൾ ആകുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം ETFകളെ കുറിച്ച് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മ്യൂച്വൽ ഫണ്ട് ഫോക്കസ് ഓൺ എ സ്പെസിഫിക് സെക്ടർ ഓർ ഇൻഡസ്ട്രി? ഏതെങ്കിലും ഒരു സെക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇൻഡസ്ട്രിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് എന്താണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹൈബ്രിഡ് ഫണ്ടുകളെന്നാണോ, ഓപ്ഷൻ ബി സെക്ടറൽ ഫണ്ടുകളെന്നാണോ, ഓപ്ഷൻ സി ഡെപ്റ്റ് ഫണ്ട് എന്നാണോ, ഓപ്ഷൻ ഡി ഇക്വിറ്റി ഫണ്ട് എന്നാണോ ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സെക്ടറൽ ഫണ്ടുകളാണ്. ഏതെങ്കിലും സെക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് അതൊരു ബാങ്കിങ് സെക്ടർ എന്നാണ് ഫണ്ടാണ്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ മാത്രമേ ഉള്ളൂ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്ത് ചെയ്യത്തുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ബാങ്കിങ് സെക്ടറിലുള്ള ഡിഫറെൻറ്റ് കമ്പനികൾ ഏതൊക്കെയാണോ ആ കമ്പനികളിൽ മാത്രം നമ്മൾ കൊടുത്തിരിക്കുന്ന പൈസ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഷെയർ ഓഫ് അതർ മ്യൂച്വൽ ഫണ്ട്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മറ്റ് മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗോൾഡ് ETFകളാണോ, ഓപ്ഷൻ ബി ക്ലോസ്ഡ് എൻഡഡ് സ്കീമുകളാണോ, ഓപ്ഷൻ സി സെക്ടറൽ ഫണ്ടുകളാണോ, ഓപ്ഷൻ ഡി ഫണ്ട് ഓഫ് ഫണ്ട് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി വേറൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനി കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഫണ്ട് ഓഫ് ഫണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ ദ ഷെയർ ഓഫ് അതർ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി അതിനെയാണ് നമ്മൾ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. നമ്മൾ മീൻസ് ഫണ്ട് മാനേജറാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മ്യൂച്വൽ ഫണ്ട് ടൈപ്പ് പ്രൈമർലി ഇൻവെസ്റ്റ് ഇൻ എ ഗവൺമെൻറ് സെക്യൂരിറ്റി? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മ്യൂച്വൽ ഫണ്ടാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്? ഇക്വിറ്റി ഫണ്ടാണോ, ലിക്വിഡ് ഫണ്ടാണോ, അതോ ഗിൽട്ട് ഫണ്ടാണോ, അതോ ഇതെല്ലാമാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ബി പറയുന്നു സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ്, സി പറയുന്നു 3 ഈസ് കറക്റ്റ്, ദെൻ ഡി പറയുന്നു ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഏതായിരിക്കും ശരി ആൻസർ? ദെൻ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് കറക്റ്റ്. ദെൻ ഗിൽട്ട് ഫണ്ടുകളെയാണ് നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ എന്താണ് ഗിൽട്ട് ഫണ്ട് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഗിൽട്ട് ഫണ്ട്? The gilt fund are debt fund which only invest in the bond and fixed interest bearing securities issued by the state and central government. സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളിൽ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ മാത്രം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗിൽട്ട് ഫണ്ടുകളെന്ന് പറയുന്നത്. ദെൻ അപ്പം ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എയിം ടു പ്രൊവൈഡ് ബോത്ത് ഗ്രോത്ത് ആൻഡ് ഇൻകം? താഴെ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഗ്രോത്തും ആഗ്രഹമുണ്ട് ഇൻകവും ആഗ്രഹമുണ്ടെങ്കിൽ ഏത് ടൈപ്പ് മ്യൂച്വൽ ഫണ്ടാണ് സ്യൂട്ടബിൾ? 1 ബാലൻസ്ഡ് ഫണ്ടാണോ, 2 ഇൻഡെക്സ് ഫണ്ടാണോ, 3 സെക്ടറൽ ഫണ്ടുകളാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ദെൻ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ആൻഡ് 3 ആർ കറക്റ്റ്, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. ബാലൻസ്ഡ് ഫണ്ടാണ് റൈറ്റ് ആൻസറായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രോത്തും ആഗ്രഹിക്കുന്നു ഇൻകവും ആഗ്രഹിക്കുന്നെങ്കിൽ ബാലൻസ്ഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്താ ബാലൻസ്ഡ് ഫണ്ട്? ബാലൻസ്ഡ് ഫണ്ട് ഈസ് വൺ ദാറ്റ് ഹാസ് എ പോർട്ട്ഫോളിയോ കംപ്രസൈസിങ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രിഫറൻസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. അതായത് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സിന് മെനി ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അവർ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടേക്കാണ്? ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രിഫറൻസ് ഷെയറിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ഷെയറിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമുക്ക് എന്താണ് ഗ്രോത്തും കിട്ടുന്നുണ്ട്. ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ലോങ് റണ്ണിൽ നമുക്ക് ഗ്രോത്ത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ അല്ലെ പ്രിഫറൻസ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പ്രിഫറൻസ് ഷെയർസ് ഫിക്സഡ് ഇൻകം എന്താണ് നമുക്ക് ലഭിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ എ മിക്സ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി ബാലൻസ്ഡ് ഫണ്ട് സീക്ക് ടു അറ്റൈൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻകം, മോഡറേറ്റ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ക്യാപിറ്റൽ. ഇൻകവും കിട്ടുന്നുണ്ട്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രിസർവേഷനും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ഫണ്ടുകളായിരിക്കും ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അസേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ELSS മ്യൂച്വൽ ഫണ്ട് ആർ എ പോപ്പുലർ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഇൻ ഇന്ത്യ. അതിൻ്റെ റീസൺ പറയുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ELSS ആർ എലിജിബിൾ ഫോർ ടാക്സ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. അപ്പം ELSS എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ് ELSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ELSS ഫണ്ട് ആർ ഇക്വിറ്റി ഫണ്ട് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ എ മേജർ പോർഷൻ ഓഫ് ദെയർ കോർപ്പസ് ഇൻ ടു ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇക്വിറ്റി ഫണ്ടിൽ അല്ലെ ഇക്വിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിലാണ് നമ്മൾ ഫണ്ട് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ELSS ഫണ്ടുകളെന്ന് വിളിക്കാൻ സാധിക്കും. ELSS ഫണ്ട് ആർ ഓൾസോ കോൾഡ് ടാക്സ് സേവിംഗ് സ്കീംസ്. ഈ പറഞ്ഞ ഫണ്ടുകളെല്ലാം എന്താണ്? ടാക്സ് സേവിംഗ് സ്കീമുകളിൽ ഉൾപ്പെടുത്തുന്ന ഫണ്ടുകളാണ്. ടാക്സ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ടാക്സ് എക്സംപ്ഷൻ അപ് ടു ₹1,50,000 ഫ്രം യുവർ ആനുവൽ ടാക്സബിൾ ഇൻകം അണ്ടർ സെക്ഷൻ 80C ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 80C പ്രകാരം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ടാക്സിനകത്ത് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ബെനിഫിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ELSS എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് ELSകളെന്ന് പറയുന്നത്. ELSൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമുകളാണ് അല്ലേ? ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമുകളാണ് ആണ് ELSS എന്ന് പറയുന്നത്. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമുകൾ. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ഇക്വിറ്റിയിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസിനകത്ത് ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ELSS ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് മ്യൂച്വൽ ഫണ്ട്സ് ആർ പോപ്പുലർ ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഇൻ ഇന്ത്യ. അസേഷൻ പറഞ്ഞിരിക്കുന്നു, അവരുടെ അവകാശവാദം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ റീസൺ പറയുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ 80C പ്രകാരമുള്ള ഡിഡക്ഷൻസ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ എന്തായിരിക്കും? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ബോത്ത് A ആൻഡ് R ആർ ട്രൂ. R ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതോടൊപ്പം തന്നെ R എന്ന് പറയുന്നത് റീസൺ എന്ന് പറയുന്നത് അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ മ്യൂച്വൽ ഫണ്ട് ടൈപ്പ് നോക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ഇൻഡെക്സ് ഫണ്ട് എയിം ടു റിപ്ലിക്കേറ്റ് ദ പെർഫോമൻസ് ഓഫ് എ സ്പെസിഫിക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. അപ്പോൾ ഈ ഇൻഡെക്സ് ഫണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ ഒരു റിപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നത്. അല്ലെ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് പെർഫോം ചെയ്യുന്നതനുസരിച്ച് ഇൻഡെക്സ് ഫണ്ട് പെർഫോം ചെയ്യുന്നു. ETF ആർ ട്രേഡഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൈക്ക് ഇൻഡിവിജ്വൽ ഷെയർസ്. ETFകൾ ഇൻഡിവിജ്വൽ ഷെയർസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ഇൻ്റർവൽ ഫണ്ട്സ് ആർ ട്രേഡഡ് ത്രൂ ഔട്ട് ദ ഡേ ഓൺ എക്സ്ചേഞ്ച് ലൈക്ക് ETF പോലെ ഇൻ്റർവൽ ഫണ്ടുകൾ ഡെയിലി എന്നാണ്, അല്ലെങ്കിൽ ട്രേഡഡ് ത്രൂ ഔട്ട് ദ ഡേ, ട്രേഡിങ് നടക്കുന്ന ദിവസം ത്രൂ ഔട്ടായിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് പോസിബിൾ ആകുമെന്ന് പറയുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നു ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. B പറയുന്നു ഒൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. C പറയുന്നു ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് 2 ആർ കറക്റ്റ്. D പറയുന്നു ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? The right answer is option C, both statement 1 and 2 are correct. ഒന്നും രണ്ടും ശരിയാണ്, എന്നാൽ മൂന്നാമത്തെ തെറ്റാണ്. ഇൻ്റർവൽ ഫണ്ടുകൾ ഒരിക്കലും ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതേസമയം സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എഗെയിൻ ഒരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ പറയുന്നു, ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട്സ് ആർ മോർ ലിക്വിഡ് ദാൻ ക്ലോസ്ഡ് എൻഡ് ഫണ്ട്. ക്ലോസ്ഡ് എൻഡ് ഫണ്ടുകളെ വെച്ച് നോക്കിയാൽ ഓപ്പൺ എൻഡഡ് ഫണ്ടുകൾ കുറച്ചുകൂടെ ലിക്വിഡ് ആണെന്ന് പറയുന്നു.
അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്നതാണെന്ന് പറയുന്നു. അതിൻ്റെ റീസൺ പറയുന്നതാണ് ഓപ്പൺ എൻഡഡ് ഫണ്ട് അലോ ദ ഇൻവെസ്റ്റേഴ്സ് ടു റെഡീം ദെയർ യൂണിറ്റ് അറ്റ് എനി ടൈം. ഓപ്പൺ എൻഡഡ് ഫണ്ടാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഏത് സമയത്ത് വേണമെങ്കിലും റെഡീം ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ ക്ലോസ്ഡ് എൻഡ് ഫണ്ട് ആണെങ്കിൽ വി ക്യാൻ ഒൺലി ബി ട്രേഡഡ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നു. ദെൻ ഓപ്ഷൻ പറയുന്നു രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നും ബി പറയുന്നു രണ്ടും ശരിയാണ്, പക്ഷേ ആർ എന്ന് പറയുന്നത് ആർ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത് പറയുന്നു എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. അടുത്ത് പറയുന്നു എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആൻഡ് ആർ ആർ ട്രൂ അല്ലേ? ദെൻ ഓപ്ഷൻ എ പറയുന്നു ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടും ശരിയാണ് ഇൻഡിവിജ്വലി. ആർ എന്ന് പറയുന്നത് എയുടെ അസേർഷൻ്റെ കറക്റ്റ് റീസൺ ആണെന്നും പറയുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഒരു അസേഷനാണ് ഗോൾഡ് ETF ആർ ആൻ എഫിഷ്യൻറ്റ് വേ ടു ഇൻവെസ്റ്റ് ഇൻ എ ഗോൾഡ് വിത്തൗട്ട് ഹോൾഡിംഗ് ഇറ്റ് ഫിസിക്കലി. ഗോൾഡ് ETF എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഗോൾഡ് ഫിസിക്കലി ഹോൾഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവകാശവാദം. എൻ്റെ റീസൺ എന്താ പറയുന്നത്? ഗോൾഡ് ETFs ദ ഇൻവെസ്റ്റ് ഇൻ ബോത്ത് ഫിസിക്കൽ ഗോൾഡ് ആൻഡ് ഗോൾഡ് മൈനിങ് കമ്പനീസ്. ഗോൾഡ് ETFകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ഗോൾഡിലും ഗോൾഡ് മൈനിങ് കമ്പനിയിലുമാണെന്നാണ് എൻ്റെ റീസൺ പറയുന്നത്. എഗെയിൻ ഓപ്ഷൻ തൊട്ട് മുന്നേ പറഞ്ഞ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എ ഈസ് ട്രൂ. അസേർഷൻ ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡ് ETF ഒരു എഫിഷ്യൻറ്റ് വേ ടു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ എഫിഷ്യൻറ്റ് വേ ടു ഇൻവെസ്റ്റ് ഇൻ എ ഗോൾഡ് വിത്തൗട്ട് ഹോൾഡിംഗ് ഇറ്റ് ഫിസിക്കലി. ഫിസിക്കലായിട്ട് ഗോൾഡ് മേടിച്ച് സൂക്ഷിക്കാതെ തന്നെ നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. പക്ഷേ ആർ ഈസ് ഫോൾസ്. അതിന് പറഞ്ഞ റീസൺ എന്താണ്? തെറ്റാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദെൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം വീണ്ടും എന്താണ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ എന്താണ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പം ക്ലാസ് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.